ഈ ഒരു വ്യക്തി എന്തിനാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വന്നത്, അല്ലെങ്കിൽ നിങ്ങൾ എന്തിനാണ് ആ ഒരു വ്യക്തിയുടെ ലൈഫിലേക്ക് എത്തിച്ചേർന്നത്. ഇതിന് എന്തെങ്കിലും ഒരു കാരണവുമുണ്ടോ? കാരണം ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒട്ടും മറക്കാൻ പറ്റാത്ത ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം. നിങ്ങൾ ചിലപ്പോൾ അതർ മാരീഡ് പേഴ്സൺസ് ആണെങ്കിൽ പോലും നിങ്ങൾക്ക് ഈ ഒരു നിങ്ങളുടെ ഫാമിലി ലൈഫിൽ കിട്ടാത്ത എന്തോ എന്തോ കാരണങ്ങൾ ഈ ഒരു വ്യക്തിയിൽ നിന്നും കിട്ടുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവാം. അപ്പോൾ നമുക്ക് നോക്കാം എന്തിനാണ് ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നത്, അല്ലെങ്കിൽ നിങ്ങൾ എന്തിനാണ് ആ ഒരു പേഴ്സന്റെ ലൈഫിലേക്ക് എത്തിച്ചേർന്നത് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നത് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളെ, അല്ലെങ്കിൽ ആ ഒരു നിങ്ങളെ യൂണിവേഴ്സ് കൂട്ടി മുട്ടിപ്പിച്ചത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് പർപ്പസ് എന്താണെന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടുള്ളൊരു കാര്യമായിട്ടാണ്. കാരണം നിങ്ങളുടെ ലൈഫ് പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സ്പിരിച്വൽ അവേക്കണിങ്, സ്പിരിച്വൽ ഗ്രോത്ത് എന്നൊക്കെ കേട്ടിട്ടില്ലേ? ആ ഒരു സംഭവം നിങ്ങൾക്ക് സ്പിരിച്വൽ ഗ്രോത്ത് വരാനും സ്പിരിച്വൽ അവേക്കണിങ് ഉണ്ടാവാനും ആ ഒരു സ്റ്റേജ് കഴിഞ്ഞു കഴിഞ്ഞാൽ, കാരണം ഈ ഒരു റിലേഷൻഷിപ്പ് പോയിക്കൊണ്ടിരിക്കുന്നത് ഭയങ്കരമായിട്ടൊരു ഡാർക്ക് നൈറ്റ് ഓഫ് സോൾ എന്നൊക്കെ ഒരു പറഞ്ഞ സിറ്റുവേഷനിലായിരിക്കും. ഒരുപാട് ഡിപ്രഷൻ, ഭയങ്കര പെയിൻഫുൾ ആയിട്ടുള്ളൊരു അവസ്ഥ, അല്ലെങ്കിൽ ഭ്രാന്തമായ അവസ്ഥ. കുറേ പേർക്ക് ഡിപ്രഷൻ മെഡിസിൻ ഒക്കെ എടുക്കുന്നവരായിട്ട് ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ ആ ഒരു വ്യക്തികൾക്ക് എന്നുള്ളത് ചത്താ മതി എന്നുള്ളൊരു തോന്നലിലായിരിക്കും കുറേ പേർക്ക് ജീവിക്കുന്നുണ്ടായിരിക്കും. പക്ഷെ ആ ഒരു കാര്യത്തിലേക്ക് പോകാനും, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കാര്യത്തിലേക്ക് എടുത്തു ചാടാനും നിങ്ങൾ കൊണ്ടാവുന്നില്ല. പക്ഷെ അമ്മാതിരി പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻ ആയിരിക്കും നിങ്ങൾക്ക് അനുഭവിക്കുന്നുണ്ടാവില്ല. ചാവാനും കഴിയുന്നില്ല, എന്നാലും ജീവിക്കാനും കഴിയുന്നില്ല. അങ്ങനെ ഒരു അവസ്ഥ ആണിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു വ്യക്തി നിങ്ങളോട് കുറേ പേർക്ക് ഒരുപാട് ചതികൾ നടന്നിട്ടുള്ളതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. ഒരുപാട് ചീറ്റിംഗ് എനർജീസ് ആ ഒരു വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. പക്ഷെ എങ്കിൽ പോലും ആ ഒരു വ്യക്തിയെ നിങ്ങൾക്ക് വിട്ടുകളയാനായിട്ട് തോന്നുന്നുണ്ടായിരിക്കില്ല. അതൊക്കെ മാറി ആളൊന്ന് തിരിച്ചു വന്നിരുന്നെങ്കിൽ, അല്ലെങ്കിൽ നോ കോണ്ടാക്ട്സിലുള്ളവർ അതൊക്കെ മാറിയിട്ട് എന്നെ ഒന്ന് പഴയ പോലെ സ്നേഹിച്ചിരുന്നെങ്കിൽ എന്നൊക്കെ ആഗ്രഹിക്കുന്നതായിട്ടുള്ള വ്യക്തികളെ ഞാൻ ഇവിടെ കാണുന്നുണ്ട്. ഈ ഒരു പേഴ്സണെ നിങ്ങൾ കണ്ടെത്തിയത് എന്തെന്ന് വെച്ചാൽ, ആദ്യത്തെ ഘട്ടങ്ങളിൽ വളരെ സന്തോഷമായിരിക്കാം, പിന്നെ ഘട്ടങ്ങളിലും ആ ഒരു റിലേഷൻഷിപ്പിന്റെ ഗതി മാറുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടായിരിക്കാം. അതെന്തുകൊണ്ടാണ് വെച്ച് കഴിഞ്ഞാൽ, അത് യൂണിവേഴ്സ് ആയിട്ട് നിങ്ങളുടെ ഒരു വ്യക്തി കമന്റിൽ ഇട്ടിരിക്കുന്ന കണ്ടു. യൂണിവേഴ്സ് പ്ലാൻ ചെയ്ത തിരക്കഥയിലെ കഥാപാത്രങ്ങൾ മാത്രമാണ് നമ്മൾ. അത് തന്നെയാണ് എനിക്കിവിടെ പറയാനുള്ളത്. കറക്റ്റ് വേർഡാണ്. കാരണം യൂണിവേഴ്സ് പ്ലാൻ ചെയ്ത് ആ ഒരു തിരക്കഥയിലെ എന്താ പറയുക, അഭിനേതാക്കൾ മാത്രമാണ് നമ്മൾ. അപ്പോൾ ഒരുപാട് പ്ലാനുകൾ ഉണ്ട് യൂണിവേഴ്സിന് നമ്മളുടെ ഒരു കാര്യങ്ങൾക്ക്. അപ്പോൾ നിങ്ങൾ ഈ ഒരു പേഴ്സണെ കണ്ടുമുട്ടിയതിന് ശേഷമായിരിക്കാം ഒരുപാട് ഇൻറ്റൻസിറ്റി, അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് എന്താണെന്ന് നിങ്ങൾ തിരിച്ചറിയുന്നുണ്ടാവാം. ഈ ഒരു പേഴ്സണെ കണ്ടുമുട്ടിയതിന് ശേഷമായിരിക്കാം നിങ്ങൾ ഇപ്പോൾ ഈ പറയുന്ന ടാരറ്റ് കാർഡ്സ് ഒക്കെ കണ്ട് തുടങ്ങിയിട്ടുണ്ടായിരിക്കാം. അതിലൂടെ നിങ്ങൾക്ക് കുറേ അറിവുകൾ കിട്ടിയിട്ടുണ്ടായിരിക്കും. എന്താണ് സ്പിരിച്വൽ ജേർണി, സ്പിരിച്വൽ അവേക്കണിങ് എന്താണ്, മാനിഫെസ്റ്റേഷൻ എന്താണ്, എങ്ങനെയൊക്കെയാണ്, അതൊക്കെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഇതിലൂടെയാണ്, ഈ ഒരു പേഴ്സണിലൂടെയാണ് നിങ്ങൾക്ക് പല അറിവുകളും നിങ്ങൾക്ക് വരാനായിട്ട് ഇരിക്കുന്നത്. അല്ലെങ്കിൽ വന്നു കഴിഞ്ഞവരുണ്ടായിരിക്കാം കുറേ പേർക്ക്. ആ ഒരു സ്പിരിച്വൽ അവേക്കണിങ് ഒക്കെ സംഭവിച്ചു കഴിഞ്ഞവരുണ്ടായിരിക്കാം. ആ ഒരു സ്പിരിച്വൽ അവേക്കണിങ് സ്റ്റേജ് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ ലൈഫ് പർപ്പസ് എന്തായിരുന്നു എന്ന്. അവിടെ യൂണിവേഴ്സ് ആ ഒരു സ്റ്റേജിൽ എത്തുമ്പോഴാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതുവരെ നിങ്ങൾക്ക് കല്ലും മുള്ളും നിറഞ്ഞ ഒരു ജേണി ആയിരിക്കും ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് ഉണ്ടാവാം. അപ്പം നിങ്ങൾക്ക് വിചാരിക്കും, എനിക്ക് വയ്യ, യൂണിവേഴ്സ് എന്നൊന്ന് വിട്ടു തരൂ എന്നൊക്കെ ഉള്ള അങ്ങനെ പ്രാർത്ഥിച്ചവരൊക്കെ ഇതിൽ കാണുന്നുണ്ട്. എന്നൊന്ന് വെറുതെ വിട് പ്ലീസ്, ഞാനൊന്ന് ജീവിച്ചു പൊക്കോട്ടെ, എനിക്കിനി മതിയായി, ഇത് വേണ്ടാന്ന് പറഞ്ഞിട്ടും വിട്ട് കളയാനും പറ്റുന്നില്ല. എന്നാൽ അങ്ങനത്തെ ഒരു മാഡായിട്ടുള്ളൊരു സിറ്റുവേഷനിലൊക്കെയാണ് ഇപ്പോൾ പലരും പോയിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ എന്ന് പറയുന്നത്. പക്ഷെ അതിൽ നിന്നും യൂണിവേഴ്സ് എന്താ നിങ്ങൾക്ക് പറഞ്ഞു വെച്ചിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഒരുപാട് ബ്ലെസ്സിങ്സ് ഉണ്ട്. കാരണം നിങ്ങൾ ഒരിക്കലും വിചാരിക്കേണ്ട നിങ്ങൾ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടാണ് ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഇതുപോലെ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങളിലേക്ക് വന്നത്. ഇങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പ് വന്നതിന് ശേഷമാണ് എൻ്റെ ലൈഫിൽ ഭയങ്കര സ്ട്രെസ്ഡ് ആയിട്ടുള്ളത്, ഭയങ്കര വിഷമങ്ങളൊക്കെ നിറഞ്ഞ ഒരു ജീവിതമായി മാറിയത് എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കാം. പക്ഷെ അങ്ങനെയല്ല. ഈ ഒരു കാലഘട്ടം കഴിഞ്ഞ് യൂണിവേഴ്സ് നിങ്ങൾക്കായിട്ട് എന്തോ ഒന്ന് കരുതി വെച്ചിട്ടുണ്ട് അവിടെ. അത് വളരെയധികം ബ്ലെസ്സിങ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ലൈഫായിരിക്കും നിങ്ങൾക്ക് അവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ടാകും. മേ ബി നിങ്ങളുടെ ലൈഫ് പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ നിങ്ങൾ ഈ സ്പിരിച്വൽ അവേക്കണിങ്ങിലൂടെ കുറേ ലേൺ ചെയ്യാനുണ്ട്. ഞാൻ പറഞ്ഞു, ആ ലേണിങ്ങിലൂടെ നിങ്ങൾക്ക്
ഒരുപാട് കാര്യങ്ങൾ ഇതുപോലെ അനുഭവിച്ച് വരുന്ന ആൾക്കാർക്കൊക്കെ ഹീൽ ചെയ്യാനും പറഞ്ഞു കൊടുക്കാനും ഒക്കെ അതായിരിക്കും നിങ്ങളുടെ ലൈഫ് പർപ്പസ് എന്ന് പറയണത്. മേ ബി അത് ഇപ്പോൾ നിങ്ങളുടെ ലൈഫ് പർപ്പസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ് എന്താണ് നിങ്ങളുടെ ലൈഫ് പർപ്പസ്. അപ്പോൾ കുറേ പേർക്ക് ഇവിടെ കാണുന്നത് മറ്റുള്ളവരെ ഹീൽ ചെയ്യാൻ നിങ്ങളുടെ എക്സ്പീരിയൻസിൽ നിന്നും നിങ്ങളത് ഊർജം ഏറ്റെടുത്തിട്ട് ഇവിടെ കറേജ് കുറേ പാവം എന്താ പറയുക ഒന്നിനും മിണ്ടാണ്ട് ഇരിക്കുന്ന കുറേ വ്യക്തികളെ ഇവിടെ കാണാൻ സാധിക്കും. അവർക്കൊക്കെ കറേജ് ഉണ്ടാവുകയാണ്. മാനിഫെസ്റ്റേഷൻ എന്താന്ന് ഇതാക്കുകയായിരിക്കും. നിങ്ങൾ ഒരു വ്യക്തിയെ കണ്ടുമുട്ടിയതിന് ശേഷമായിരിക്കും നിങ്ങളുടെ ഒരു ബ്യൂട്ടി, നിങ്ങൾക്കൊന്ന് മുഖം വെളുപ്പിക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്കൊന്ന് മുടി വെട്ടി സ്റ്റൈലിഷ് ആവണം, അല്ലെങ്കിൽ പാർലറിലൊക്കെ പോയി ഒന്ന് അങ്ങനെയൊക്കെ ചിന്തിക്കുന്നുണ്ടായിരിക്കും. ഈ ഒരു പേഴ്സണെ കണ്ടതിന് ശേഷമായിരിക്കും ബ്യൂട്ടി ലെവലിൽ നിങ്ങൾ ചിന്തിച്ച് തുടങ്ങിയിട്ടുണ്ടാവും പല കാര്യങ്ങളിലും. ഒരുപാട് പേര് എന്താ പറയുക അപ്പോൾ ഉണ്ടായിരുന്ന പോലത്തെ ആൾക്കാരായിരിക്കില്ല ഇപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ. പലപ്പോഴും പലർക്കും ബ്യൂട്ടി വർദ്ധിച്ചിട്ടുണ്ടാവാം. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ കാണുന്നതായിരിക്കും. പിന്നെ ഫ്രീഡം, പലർക്കും ഫ്രീഡം എന്താണ്, ആ ഒരു ഫ്രണ്ട്ഷിപ്പ് എന്താണ്, ഫ്രണ്ട്ഷിപ്പിന്റെ ഫ്രീഡം എന്താണ് എന്നൊക്കെ മനസ്സിലാവുന്ന ഒരു കാര്യങ്ങൾ ഇവിടെ കാണുന്നുണ്ട്. ഒരുപാട് പേർക്ക് ഇവിടെ ഒരു ന്യൂ ബിഗിനിങ് ആയിട്ട് വരുന്നുണ്ട്. കാരണം നിങ്ങൾ ഒട്ടുകൊണ്ടും ആ ഒരു പേഴ്സൺ നിങ്ങളെ ഇപ്പോൾ നോ കോണ്ടാക്റ്റിലുള്ളവർക്കൊക്കെ ആ ഒരു പേഴ്സൺ നമ്മളെ വേണ്ടാന്ന് വെച്ച് പോയി, എനിക്കിനി വയ്യ, അല്ലെങ്കിൽ വേറൊരു ഞാൻ പറഞ്ഞല്ലോ ഒരു ചീറ്റിങ് എനർജീസ് ഒക്കെ കാണുന്നുണ്ട് കുറേ പേർക്ക് ഇവിടെ. അപ്പോൾ ആ ഒരു ഇതിലേക്ക് ആള് അങ്ങോട്ടേക്ക് പോയി എന്നൊക്കെ ഉള്ളൊരു ഇതിൽ നിൽക്കുന്നുണ്ടായിരിക്കാം. പക്ഷെ അങ്ങനെയല്ല, നമ്മൾ ഈ ഒരു കല്ലും മുള്ളും നിറഞ്ഞ പാതയിലൂടെ ആ ഒരു ഡാർക്ക് നൈറ്റ് ഓഫ് സോളിലൂടെ നിങ്ങൾ കടന്നു പോകുന്ന അവസ്ഥ എന്ന് പറഞ്ഞ് അതിലെ അങ്ങേയറ്റത്ത് യൂണിവേഴ്സ് ആ ഒരു വ്യക്തിയെ നിങ്ങൾക്ക് വളരെ പ്യുവർ സോളായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് അവിടെ വെച്ചിട്ടുണ്ടായിരിക്കാം. അത് മാത്രമല്ല, നിങ്ങൾ വന്നതിന് ശേഷം ആ ഒരു വ്യക്തിയെ ഒരുപാട് ചേഞ്ചസിൽ നിങ്ങൾക്ക് ആ ഒരു വ്യക്തിയെ ഒരുപാട് മാറ്റങ്ങൾ വരുത്താനായിട്ട് സാധിച്ചിട്ടുണ്ട്. ആ ഒരു വ്യക്തി പണ്ട് ഞാൻ പറഞ്ഞില്ല ഒരുപാട് എന്താ പറയുക ഇപ്പോൾ ഒരു ലേഡീസാണ് ഇത് കാണുന്നുണ്ടെങ്കിൽ ആൾക്കാർക്ക് പല വ്യക്തികളുമായിട്ട് ഒരുപാട് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നവരായിരിക്കാം, ഒരുപാട് ചീറ്റിങ് മെൻറ്റാലിറ്റി ഉള്ള ആൾക്കാരുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരു എന്താ പറയുക അത്ര നല്ലൊരു സ്വഭാവത്തിന് ഉടമകളായിരിക്കണം എന്നില്ല ആ ഒരു സമയത്ത്. പക്ഷെ അതിൽ നിന്നുമൊക്കെ ഒരുപാട് അത് അവരുടെ ഹിഡൻ ആയിട്ടുള്ള മേ ബി നിങ്ങൾക്ക് ഫുള്ളും നിങ്ങളുടെ മുമ്പിലേക്ക് വെളിച്ചപ്പെട്ടിട്ടുണ്ടായിരിക്കില്ല ആ ഒരു കാര്യങ്ങളൊന്നും. പക്ഷെ അവരുടെ ഹിഡൻ ആയിട്ടുള്ള കാര്യങ്ങൾ ഏറെക്കുറെയൊന്നും നിങ്ങൾക്ക് ഇപ്പോഴും അറിയില്ല. അപ്പൊ ആ ഒരു കാര്യങ്ങൾക്കൊക്കെ മാറ്റം വന്നത് നിങ്ങൾ വന്നതിന് ശേഷമായിരിക്കാം. ആ ഒരു വ്യക്തി ഒരുപാട് അവിടെ ചേഞ്ചസ് വന്നിട്ടുണ്ട്. ആ ഒരു വ്യക്തിക്കാണെങ്കിലും ഒരുപാട് ചേഞ്ചസ് അവിടെ വന്നിട്ടുണ്ടായിരിക്കാം. പിന്നെ ഇതിൽ കാണുന്നത് കുറെ പേർക്ക് എന്താ പറയാ ഭയങ്കര ദേഷ്യം, അങ്ങനത്തെ ഒരു ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ആവശ്യമില്ലാത്ത ദേഷ്യം കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ്. എന്ത് തന്നെയായാലും ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങളെ മനസ്സിലാക്കാനായിട്ട് ചുറ്റിലും ആരും ഉണ്ടാവണമെന്നില്ല. കാരണം ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻ നിങ്ങൾക്ക് അങ്ങനെയാണ്. നിങ്ങളെ മനസ്സിലാക്കാനായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല. നിങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ആവശ്യമില്ലാത്ത ഒരു പ്രാന്തമായ അവസ്ഥ കാണിക്കുന്നത്? ഒരു ആവശ്യമില്ലാണ്ട് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഒറ്റപ്പെട്ട് മാറിയിരിക്കുന്നത്? അല്ലെങ്കിൽ എന്തിനാണ് അങ്ങനെയൊക്കെ ഓരോരോ ചിന്തകൾ ബാക്കിയുള്ളവർക്ക് ഉണ്ടാവും. പക്ഷെ അവരോടൊന്നും നിങ്ങൾക്ക് തുറന്നു പറയാൻ പറ്റുന്നുണ്ടാവില്ല. ഒന്നും ഷെയർ ചെയ്യാൻ പോലും ആരുമില്ലാത്ത അവസ്ഥ. അല്ലെങ്കിൽ നിങ്ങളായിട്ട് എനിക്കിത് ആരോടും പറയാൻ പറ്റില്ല, ഇത് ഞാനായിട്ട് തന്നെ അനുഭവിച്ച് തീർക്കണം എന്നൊക്കെ ചിന്തിച്ചിരിക്കുന്ന ഒരുപാട് അവസ്ഥകൾ ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ ഇതിലൂടെയൊക്കെ എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ ഒരുപാട് കാര്യങ്ങൾ ഇതിലൂടെ മാറാനായിട്ട് പോവുകയാണ്. യൂണിവേഴ്സിന് ഏറ്റവും പ്രിയപ്പെട്ടവരാണ് നിങ്ങൾ. നമ്മൾ വിചാരിക്കും ദൈവത്തിന് ഏറ്റവും കൂടുതൽ ദേഷ്യം നമ്മളോടായിരിക്കും, അതുകൊണ്ടാണ് ദൈവം ഇങ്ങനെ ഓരോന്നും നമ്മളുടെ ഒരു കുഴപ്പമില്ലാണ്ട് പോയിരുന്നൊരു റിലേഷനാണ് അല്ലെ ജീവിതമാണ്. ആ ഒരു സമയത്തേക്കാണ് ഈ ഒരു റിലേഷൻ നമ്മളുടെ ലൈഫിലേക്ക് ഇട്ടു തന്നതും നമ്മൾ കിടന്ന് ഈ അനുഭവിക്കാൻ തുടങ്ങിയത്. ദൈവത്തിന് അത് സഹിച്ചിട്ടുണ്ടാവില്ല. അങ്ങനെ പറയണവരും ഇതിൽ കുറെ പേര് കാണുന്നുണ്ട്. പക്ഷെ അതൊരിക്കലുമല്ല, ദൈവത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ടവരാണ് നിങ്ങൾ. അതുകൊണ്ടാണ് നിങ്ങളൊരു സ്പിരിച്വൽ അവേക്കണിങ്, സ്പിരിച്വൽ ഗ്രോത്ത് നൽകാനാണ് യൂണിവേഴ്സ് അവിടെ പ്ലാൻ ചെയ്തിട്ടുള്ളത്. എന്തോ ഒരു പക്ക പ്ലാൻ ഈ ഒരു റിലേഷൻഷിപ്പിലൂടെ നിങ്ങൾക്ക് യൂണിവേഴ്സ് അവിടെ കരുതി വെച്ചിട്ടുണ്ട്. അപ്പൊ അതാണ് ഏറെക്കുറെ പേർക്കും ഇവിടെ ലൈഫ് പർപ്പസ് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഏറെക്കുറെ പേരും ഈ ഒരു പേഴ്സണെ കണ്ടുമുട്ടിയിട്ടുണ്ടാവുക. ആ ഒരു പേഴ്സണിൽ നിന്നും വ്യത്യസ്തമായിട്ടൊരു നല്ലൊരു മാറ്റത്തിലേക്ക്, അല്ലെങ്കിൽ ആ ഒരു സോള് ബാഡായിട്ടുള്ള സോളെന്ന് ഞാൻ പറയുന്നില്ല, ഒരു പേഴ്സന്റെ ഒരുപാട് ഏറ്റക്കുറവുകളും എന്താ പറയാ കുറവുകളുള്ളൊരു ഇങ്ങനത്തെ ഒരു സോളായിട്ട് ഞാൻ കാണുന്നുണ്ട്. ആ ഒരു സോളിനെ പ്യൂരിഫൈ ചെയ്യുക, അത് നിങ്ങൾക്ക് സാധിക്കുള്ളൂ.
നിങ്ങളുടെ സോളിനെ അയാൾക്കേ സാധിക്കുള്ളൂ പ്യൂരിഫൈ ചെയ്യാനായിട്ട്. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സോൾ പർപ്പസ് അല്ലെങ്കിൽ സോൾ പ്യൂരിഫൈങ് എന്നൊക്കെ പറയില്ലേ, അങ്ങനെ അറ്റത്ത് ഞാൻ പറഞ്ഞു ആ ഒരു വ്യക്തിയെ നിങ്ങൾക്ക് നല്ലൊരു സോളായിട്ട് നിങ്ങൾക്ക് നൽകുന്നുണ്ടായിരിക്കും. കുറെ പേർക്ക് ഒരു 70% ആൾക്കാർക്ക് അങ്ങനെ കാണുന്നുണ്ട്. ബാക്കി 30% കുറെ പേർക്ക് അത് വിട്ടു പോകുന്നതായിട്ട് കാണാം. പക്ഷെ അതിലൊരിക്കലും നിങ്ങൾ അവിടെ റിഗ്രറ്റ് ചെയ്യില്ല. അവരോട് നിങ്ങൾ അറ്റ് ലാസ്റ്റ് നിങ്ങൾ എന്താ പറയാ, ഒരു താങ്ക്ഫുൾ ആയിരിക്കും. കാരണം ആ ഒരു വ്യക്തി കാരണമാണ് എൻ്റെ ലൈഫിൽ ഇതുപോലെയൊക്കെ സംഭവിച്ചത്, ഇതുപോലെയൊക്കെ മാറ്റങ്ങൾ വന്നത്, ഞാൻ ഇന്ന് ഈ നിലയിൽ എത്തിയതെന്നും നിങ്ങൾ അപ്പോൾ ചിന്തിക്കുന്നുണ്ടായിരിക്കാം ആ ഒരു സിറ്റുവേഷനിൽ. ഓക്കെ.